2020 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ സമ്പൂർണ്ണ വിജയമാണ് ടീം ഇന്ത്യക്ക്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ 17 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് ലക്ഷ്യം തേടിയിറങ്ങിയ നെതർലൻഡ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് എടുത്തത്. അർദ്ധ സെഞ്ചുറിയും 2 വിക്കറ്റും നേടിയ ശിവം ദുബെയാണ് കളിയിലെ താരം. ഫൈസൽ ഹംസ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ആധികാരിക വിജയം, ഗ്രൂപ്പ് ഘട്ടത്തിൽ സമ്പൂർണ്ണ വിജയം, ടീം സജ്ജമാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും ഊർജം പകരുന്ന ആധികാരിക വിജയം, സമ്പൂർണ്ണ വിജയം ഫൈസൽ ഹംസ. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരു സമ്പൂർണ്ണ വിജയമായി ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് സമ്പൂർണ്ണ വിജയവുമായിട്ടാണ് ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരുടെ പേരിനും പെരുമയ്ക്കുമൊത്ത ഒരു പ്രകടനം തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരം ഒരു വലിയ രീതിയിൽ ഇന്ത്യക്ക് നിർണായകമായ മത്സരമായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യ 3 മത്സരങ്ങൾ ജയിച്ചപ്പോൾ തന്നെ ഇന്ത്യ സൂപ്പർ 8 ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക എന്നുള്ളത് കൂടി ഇന്ത്യയുടെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷേ നെതർലാൻഡ്സിന് മുന്നിൽ അത്ര മികച്ച തുടക്കമായിരുന്നില്ല സൂര്യകുമാർ യാദവിനും സംഘത്തിനും ലഭിച്ചത് എന്നുള്ളതാണ്. ആ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മയും അതോടൊപ്പം തന്നെ ഇഷാൻ കിഷനും പുറത്താകുന്നു. ആദ്യ ഓപ്പണർമാർ തന്നെ തുടക്കത്തിൽ തന്നെ പുറത്തായത് ഇന്ത്യയെ തെല്ലൊന്ന് ആശങ്കയിലാഴ്ത്തി. അവിടെയാണ് ശിവം ദുബെയുടെ കടന്നുവരവ് ഇന്ത്യൻ ഇന്നിങ്സിന് കരുത്തു പകർന്നുകൊണ്ട് 66 റൺസാണ് 31 പന്തിൽ നിന്ന് ശിവം ദുബെ 6 സിക്സറിൻ്റെയും 4 ഫോറിൻ്റെയും അകമ്പടിയോടുകൂടെ നേടുന്നത്. അതാണ് ഇന്ത്യൻ ഇന്നിങ്സിന് കരുത്താകുന്നതും. അതിൻ്റെ ബലത്തിൽ ഇന്ത്യ 193 റൺസാണ് 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടുന്നത്. നമുക്കറിയാം നെതർലാൻഡ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ശക്തരായ എതിരാളികളല്ല. പക്ഷേ അവരുടെ ബാറ്റിംഗ് നിര മികച്ച പ്രകടനം പുറത്തെടുത്തതോടുകൂടി വലിയൊരു തോൽവിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയെ പോലെ കരുത്തരായ ഒരു ടീമിന് എതിരെ കുഞ്ഞന്മാരായ അവർ മികച്ച പോരാട്ട വീരൻ തന്നെ പുറത്തെടുത്തു എന്ന് പറയേണ്ടി വരും. പക്ഷേ വരുൺ ചക്രവർത്തിയുടെ 3 വിക്കറ്റ് അവരുടെ നട്ടലൊടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയത് വരുൺ ചക്രവർത്തിയാണ്. അതിൻ്റെ ആ ഒരു മികവിൽ ഇന്ത്യ 176 റൺസിന് 7 എന്ന നിലയിൽ അവരെ ഒതുക്കുകയും 17 റൺസിൻ്റെ വിജയം സ്വന്തമാക്കുകയുമായിരുന്നു. ബാറ്റിങ്ങിൽ തിളങ്ങിയ ശിവം ദുബെ ബൗളിങ്ങിലും മികവ് കാട്ടുന്നതാണ് കണ്ടത്. 2 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ടാണ് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഇന്ത്യയുടെ ഹിറ്റ് ബാറ്റ്സ്മാന് മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കയിലായിട്ടുന്നത്. 3 മത്സരങ്ങളിലും അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇനി മത്സരിക്കാനുള്ളത് ശക്തരായ ദക്ഷിണാഫ്രിക്കയാണ്. അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ പോലെ തന്നെ 4 മത്സരങ്ങളും ജയിച്ചാണ് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അഹമ്മദാബാദിൽ തന്നെ ഞായറാഴ്ചയാണ് ഈ മത്സരം നടക്കുന്നത്. അവിടെ അഭിഷേക് ശർമ്മ മികച്ച ഫോം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കും. റീജിത്ത്, കീർത്തന. ശരി, ഫൈസൽ ഹംസ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അടുത്ത ഇന്ത്യയുടെ പോരാട്ടം കരുത്തരായ ദക്ഷിണാഫ്രിക്കയോടാണ്. നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ ദക്ഷിണാഫ്രിക്കയും ഗ്രൂപ്പ് ഘട്ടത്തിൽ സമ്പൂർണ്ണ ജയം നേടിക്കൊണ്ടാണ് വരുന്നത്. കരുത്തരുടെ പോരാട്ടത്തിന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കായിക പ്രേമി.